നിങ്ങൾക്കറിയാമോ, ലോകത്തെ മാറ്റിമറിച്ച ജനകീയ പ്രക്ഷോഭങ്ങളും വിപ്ലവങ്ങളും ഇന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. ഒരിക്കൽ ചരിത്രം സൃഷ്ടിച്ചത് ജനലക്ഷങ്ങളായിരുന്നു. എന്നാൽ ഇന്ന് ലോകം ഭരിക്കുന്നത് വെറും രഹസ്യ സംഭാഷണങ്ങളിലൂടെ മാത്രമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ മാറ്റം ശ്രദ്ധിക്കാതെ പോകുന്നത്? ഈ മാറ്റം ലോകത്തിന് ഒരു അനുഗ്രഹമാണോ അതോ ദുരന്തമാണോ? ഉത്തരമിതാ, ബഹുജന രാഷ്ട്രീയം എവിടെ പോയി? നാം ജീവിക്കുന്ന ഈ കാലഘട്ടം പഴയതുപോലെയല്ല. ഒരു കാലത്ത് ലോകത്തെ നയിച്ചിരുന്നത് ജനലക്ഷങ്ങൾ തെരുവിലിറങ്ങി നടത്തിയ വിപ്ലവങ്ങളും പ്രക്ഷോഭങ്ങളുമായിരുന്നു. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ഇതെല്ലാം ജനങ്ങളുടെ കൂട്ടായ ശക്തിയുടെ ഫലമായി ചരിത്രം സൃഷ്ടിച്ചവയാണ്. എന്നാൽ ഇന്ന് അത്തരം ബഹുജന മുന്നേറ്റങ്ങൾ കാണാനില്ല. പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ പോലും സർക്കാരിന്റെ തീരുമാനങ്ങളിൽ ജനങ്ങൾക്ക് യാതൊരു പങ്കുമില്ലാത്ത അവസ്ഥയാണ്. വിപ്ലവങ്ങൾ ഇന്ന് നേതാക്കളുടെ തന്ത്രങ്ങൾ മാത്രമായി ചുരുങ്ങി. യുദ്ധങ്ങൾ പോലും വ്യവസ്ഥിതിയെ കാര്യമായി ബാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? കാരണം വ്യക്തമാണ്. ജനങ്ങളെ ഒന്നിച്ചിരുന്ന വലിയ ആശയങ്ങൾ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു. കമ്മ്യൂണിസം, മുതലാളിത്തം, സോഷ്യലിസം തുടങ്ങിയ പ്രത്യയശാസ്ത്രങ്ങൾ ഇന്ന് പഴയതുപോലെ ജനങ്ങളെ സ്വാധീനിക്കുന്നില്ല. ഈ പ്രത്യയശാസ്ത്രങ്ങൾ ഒരു കാലത്ത് വലിയ ജനകീയ മുന്നേറ്റങ്ങൾക്ക് ഊർജം നൽകിയിരുന്നു. എന്നാൽ ഇന്ന് അവയുടെ പ്രസക്തി നഷ്ടപ്പെട്ടു. അതുപോലെ ദേശീയത എന്ന ആശയം പോലും പലയിടത്തും ദുർബലമായി കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും പാശ്ചാത്യ രാജ്യങ്ങളിൽ അവിടെ രാഷ്ട്രീയത്തിന്റെ കേന്ദ്രം തെരുവുകളിൽ നിന്നും അധികാര കേന്ദ്രങ്ങളിലേക്ക് ഒതുങ്ങി. സാധാരണ ജനങ്ങൾക്ക് ഇനി രാഷ്ട്രീയത്തിൽ കാര്യമായ പങ്കാളിത്തമൊന്നുമില്ല. അവർ വോട്ട് ചെയ്ത് തങ്ങളുടെ അധികാരം വിട്ടുകൊടുക്കുന്നു, അതിനുശേഷം നിസ്സംഗരായി മാറുന്നു. ഇത് ബഹുജന രാഷ്ട്രീയത്തിൽ നിന്നും വ്യക്തിത്വങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ഭരണത്തിലേക്കുള്ളൊരു മാറ്റമാണ്. നേതാക്കൾ തമ്മിലുള്ള ഉച്ചകോടി സംഭാഷണങ്ങൾ ഇന്ന് തെരുവിലെ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് പകരം വെക്കുന്നു. ഇതൊരു പുതിയ ലോകക്രമത്തിന്റെ തുടക്കമാണ്. ഇവിടെ ചരിത്രം സൃഷ്ടിക്കുന്നത് ജനങ്ങളല്ല, മറിച്ച് അധികാരം കൈയാളുന്ന നേതാക്കന്മാരാണ്. ഈ മാറ്റം ലോകത്തിനൊരു അനുഗ്രഹമാണോ അതൊരു അപകടമാണോ എന്ന് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. ആദ്യം പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ പതനം. ഒരു കാലത്ത് ലോകത്തെ നയിച്ചിരുന്നത് പാശ്ചാത്യ രാജ്യങ്ങളായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകക്രമം രൂപപ്പെടുത്തിയത് അവരാണ്. ഐക്യരാഷ്ട്രസഭ, ലോകബാങ്ക്, അന്താരാഷ്ട്ര നാണയനിധി തുടങ്ങിയ എല്ലാ അന്താരാഷ്ട്ര സംഘടനകളും അവർ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയവയായിരുന്നു. ഒരു പരിധിവരെ ഈ സ്ഥാപനങ്ങൾ അവരുടെ ആധിപത്യം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്തു. എന്നാൽ ഇന്ന് സ്ഥിതി മാറി. ഈ സ്ഥാപനങ്ങൾക്ക് അവയുടെ സ്വാധീനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നറിയാമോ? കാരണം അവർക്ക് സ്വന്തം ജനങ്ങളെ ഒന്നിപ്പിക്കാൻ പോലും കഴിയുന്നില്ല. ജനപിന്തുണയില്ലാത്ത ഒരു സർക്കാർ എങ്ങനെയാണ് അന്താരാഷ്ട്ര വേദികളിൽ ശക്തി കാണിക്കുക? യൂറോപ്പിലെ നേതാക്കൾ പലപ്പോഴും പ്രസ്താവനകൾ ഇറക്കുന്നുണ്ട്, പക്ഷെ അത് ആരും ഗൗരവമായി എടുക്കാറില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? കാരണം അവർ അധികാരത്തിലിരിക്കുന്നത് അവരുടെ ജനങ്ങളുടെ പിന്തുണ കൊണ്ടല്ല, മറിച്ച് കേവലം നടപടിക്രമങ്ങളിലൂടെയാണ്. പാശ്ചാത്യ രാജ്യങ്ങളിലെ രാഷ്ട്രീയ നേതൃത്വം തങ്ങളുടെ ജനങ്ങളിൽ നിന്നും പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. അവിടെ രാഷ്ട്രീയ പാർട്ടികൾ ഒരുതരം അധികാര പങ്കുവയ്ക്കൽ സംവിധാനം മാത്രമായി മാറി. ജനങ്ങളുടെ യഥാർത്ഥ ആവശ്യങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഈ പാർട്ടികൾക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല. ഉദാഹരണത്തിന് യൂറോപ്യൻ യൂണിയനെ നോക്കുക. ബ്രസൽസിലെ കമ്മീഷനോ പാർലമെന്റോ പുറത്തിറക്കുന്ന പ്രസ്താവനകളെ ആരും ഗൗരവമായി എടുക്കാറില്ല. കാരണം ഈ തീരുമാനങ്ങൾ ജനകീയ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ഉദ്യോഗസ്ഥരുടെയും നയതന്ത്രജ്ഞരുടെയും താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഉണ്ടാക്കുന്നത്. അത് പാശ്ചാത്യ രാജ്യങ്ങളിലെ രാഷ്ട്രീയ സംവിധാനത്തിന്റെ തകർച്ചയാണ് സൂചിപ്പിക്കുന്നത്. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ ആഹ്ലാദിച്ചു. കാരണം അവർ കരുതിയത് ട്രംപ് അവരുടെ താല്പര്യങ്ങൾക്ക് സംരക്ഷിക്കുമെന്നാണ്. എന്നാൽ ട്രംപിന്റെ നയങ്ങൾ അമേരിക്കയെ മാത്രമല്ല പാശ്ചാത്യ ലോകത്തെ മുഴുവൻ പിന്നോട്ടടുപ്പിച്ചു. കാരണം അവർക്ക് അവരുടെ ജനങ്ങളുടെ താല്പര്യങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അവർ ഇപ്പോഴും പഴയ ലോകക്രമത്തിൽ ഒതുങ്ങിയിരിക്കാനാണ് ശ്രമിക്കുന്നത്. അത് ഇന്നത്തെ ലോകത്ത് സാധ്യമല്ല. ഇന്ത്യ, ചൈന, റഷ്യ, ഇനി നമുക്ക് അതിലേക്ക് വരാം. ലോകത്ത് മറ്റൊരു കാഴ്ചപ്പാടുണ്ട്. ഇന്ത്യ, ചൈന, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ നോക്കാം. അവരുടെ സർക്കാരുകൾക്ക് ശക്തമായ ജനപിന്തുണയുണ്ട്. അവർ പാശ്ചാത്യ ശക്തികളെ ആശ്രയിക്കുന്നേയില്ല. പകരം സ്വന്തം രാജ്യത്തിന്റെ പരമാധികാരത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയാണ് അവർ നിലകൊള്ളുന്നത്. നമ്മുടെ രാജ്യമായ ഇന്ത്യയെ തന്നെ ഉദാഹരണമായിട്ട് എടുക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യക്ക് അതിന്റെ ജനങ്ങളുടെ പിന്തുണയാണ് ഏറ്റവും വലിയ ശക്തി. നമ്മുടെ സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ കേവലം നയങ്ങളോ നടപടിക്രമങ്ങളോ അല്ല. അത് നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിനെയും ഭാവിയെയും സംബന്ധിക്കുന്ന ഗൗരവമായ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മുടെ നയങ്ങൾ ലോകത്ത് ശ്രദ്ധിക്കപ്പെടുന്നത്. നമ്മൾ നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നയം രൂപീകരിക്കുമ്പോൾ അത് അന്താരാഷ്ട്ര തലത്തിൽ സ്വാധീനം ചെലുത്തുന്നു. പാശ്ചാത്യ രാജ്യങ്ങൾ കൽപ്പിക്കുന്ന നിയമങ്ങളെയും വ്യവസ്ഥകളെയും ചോദ്യം ചെയ്യാനുള്ള ധൈര്യം നമുക്കുണ്ട്. കാരണം നമ്മൾ നമ്മുടെ ജനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. റഷ്യയും ചൈനയും ഇതേ വഴി
വഴിയിലാണ് സഞ്ചരിക്കുന്നത്. അവർ തങ്ങളുടെ ദേശീയ താല്പര്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളുടെ സാമ്പത്തികവും സൈനികവുമായ സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ അവർ തലകുനിക്കുന്നില്ല. ഷീ ജിൻപിങ്ങും വ്ലാഡിമിർ പുടിനും തമ്മിൽ നടത്തുന്ന കൂടിക്കാഴ്ചകൾ ലോകത്തെ തന്നെ മാറ്റിമറിക്കുമ്പോൾ ബ്രസൽസിൽ യൂറോപ്യൻ നേതാക്കൾ നടത്തുന്ന പ്രഖ്യാപനങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. കാരണം പുടിനും ഷീയും അവരുടെ ജനങ്ങളുടെ പ്രതിനിധികളാണ്. എന്നാൽ പാശ്ചാത്യ നേതാക്കൾക്ക് ആ ജനപിന്തുണയില്ല. അവരുടെ അധികാരം ദുർബലമാണ്. ഈ രാജ്യങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സ്വന്തം ജനങ്ങളെ അണിനിരത്താനുള്ള ശ്രമങ്ങളിലാണ്. അവരുടെ രാഷ്ട്രീയ നേതൃത്വം ജനങ്ങളുടെ വികാരങ്ങളെ തിരിച്ചറിയുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇത് അവരുടെ രാഷ്ട്രീയത്തിന് ഒരുതരം ഊർജം നൽകുന്നു. പാശ്ചാത്യ രാജ്യങ്ങൾക്ക് അവരുടെ രാഷ്ട്രീയത്തിൽ നിന്നും നഷ്ടപ്പെട്ട ഈ ഊർജം ഈ രാജ്യങ്ങൾക്ക് മുതൽക്കൂട്ടാണ്. അതുകൊണ്ടാണ് ലോകം ഇന്ന് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും മാറി ഈ പുതിയ ശക്തികളെ ഉറ്റുനോക്കുന്നത്. ഒരു പുതിയ ലോകക്രമം, ലോകരാഷ്ട്രീയം ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണെന്ന് നമ്മൾ കണ്ടു. ബഹുജന രാഷ്ട്രീയത്തിന് പകരം രാഷ്ട്രത്തലവന്മാരുടെ തന്ത്രങ്ങളും തീരുമാനങ്ങളുമാണ് ലോകത്തെ മുന്നോട്ട് നയിക്കുന്നത്. ബ്രിക്സ് പോലെയുള്ള പുതിയ കൂട്ടായ്മകൾ പോലും ജനങ്ങളുടെ ആഗ്രഹങ്ങളല്ല, മറിച്ച് രാഷ്ട്രങ്ങളുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാനുള്ള നയതന്ത്രജ്ഞരുടെ ശ്രമങ്ങളുടെ ഫലമാണ്. അതായത് ലോകത്ത് രാജ്യം തന്നെയാണ് ഏക അധികാരിയായി വീണ്ടും ഉയർന്നു വരുന്നത്. പക്ഷേ ഇതൊരു നല്ല കാര്യമാണോ? ചിലർക്ക് ഇതൊരു അനുഗ്രഹമായിട്ടൊക്കെ തോന്നാം. കാരണം പ്രത്യാശാസ്ത്രങ്ങളാൽ പ്രകോപിതരായ ജനക്കൂട്ടം സമൂഹങ്ങളെ നശിപ്പിച്ച ഭൂതകാലം നമുക്കുണ്ട്. ബഹുജന രാഷ്ട്രീയത്തിന്റെ പിൻവാങ്ങൽ വലിയ യുദ്ധങ്ങൾക്കുള്ള സാധ്യത കുറയ്ക്കുന്നു. ഇതൊരു സമാധാനപരമായ ലോകത്തിന് വഴിയൊരുക്കുമെന്ന് പ്രതീക്ഷിക്കാം. 20-ാം നൂറ്റാണ്ടിൽ നടന്ന ലോക മഹായുദ്ധങ്ങൾ വലിയ ജനകീയ പ്രക്ഷോഭങ്ങളുടെയും പ്രത്യയശാസ്ത്രപരമായ സംഘർഷങ്ങളുടെയും ഫലമായിരുന്നു. എന്നാൽ ഇന്ന് അത്തരം സംഘർഷങ്ങൾ കുറവാണ്. എങ്കിലും ഇതിനൊരു മറുവശമുണ്ട്. ഈ പുതിയ കാലഘട്ടത്തിൽ പ്രധാന അപകടം ഉദ്യോഗസ്ഥ ദുർഭരണമാണ്. ജനങ്ങളുടെ പങ്കാളിത്തമില്ലാത്ത ഭരണത്തിൽ നേതാക്കൾക്ക് തോന്നുന്നതെല്ലാം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, പഴയ ലോകക്രമം ഇനി നിലനിൽക്കില്ല. ഭാവിയിലേക്ക് ലോക രാഷ്ട്രീയം ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനി നേതാക്കളുടെ കടമ ജനക്കൂട്ടത്തെ സൃഷ്ടിക്കുകയല്ല, മറിച്ച് യാഥാർത്ഥ്യങ്ങളെ കഴിവും ധൈര്യവും ഉപയോഗിച്ച് നയിക്കുക എന്നതാണ്. അധികാരത്തിന്റെ സന്തുലിതാവസ്ഥ ജനങ്ങളുടെ ആഗ്രഹങ്ങളിലല്ല, മറിച്ച് ചരിത്രപരമായ ഉത്തരവാദിത്തങ്ങൾ പേറുന്ന ചുരുക്കം ചിലരുടെ കഴിവുകളിലാണ്. നമ്മുടെ ലോകം ഇന്ന് പഴയതിനേക്കാൾ സങ്കീർണമാണ്. ഈ സങ്കീർണതയെ കൈകാര്യം ചെയ്യാൻ ജനകീയ മുന്നേറ്റങ്ങൾക്ക് കഴിയുമോ എന്നത് ഒരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ഇനി ലോകം ഭരിക്കപ്പെടാൻ പോകുന്നത് ശക്തരായ നേതാക്കളാൽ മാത്രമാണ്. ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് ഇതൊരു വലിയ അവസരമാണ്. കാരണം നമ്മൾ ജനപിന്തുണയോടെയാണ് മുന്നോട്ട് പോകുന്നത്. അത് നമ്മുടെ ശക്തിയാണ്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ലോകം ബഹുജന രാഷ്ട്രീയത്തിൽ നിന്ന് നേതാക്കളുടെ തീരുമാനങ്ങളിലേക്ക് മാറിയത് ഒരു നല്ല കാര്യമാണോ അതോ മോശമായ കാര്യമാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.